ഹായ്, നമ്മൾ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത 11 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 കിടക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചോളൂ. സോ ക്വസ്റ്റ്യൻ, ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് ഈസ് 100 hours. The fraction of original activity that will remain after 150 hours എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് സമാധാനമായിട്ട് എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് അല്ലേ, 100 years, 100 hours. ഇനി 150 അവർ കഴിയുമ്പോൾ എത്ര ഫ്രാക്ഷൻ റിമെയിൻ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ n/n0 എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ n/n0 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ ആ എക്സർസൈസോ ചെയ്ത കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ n/n0 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതിനകത്ത് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. n ഈസ് ഈക്വൽ ടു 1/2 ഇവിടുത്തെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 150 ആണ്, ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അത് ആൻസറായി വരുന്നു 1/2 ഇത് വെട്ടി ഇനിയും വെട്ടുന്നു 3/2. ഓക്കെ, അപ്പോൾ റൈസ് ടു 3/2 എന്നാണ്. അപ്പോൾ 3/2 ഓക്കെ അല്ലേ? അപ്പോൾ റൈസ് ടു 3/2 എന്നാണ് ആൻസർ. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 1/2ൻ്റെ ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? ആണല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക റൂട്ട് ഓഫ് 1/8. അപ്പോൾ ഇനി റൂട്ട് ഓഫ് 1/4 × 2. ഓക്കെ, ഇനി 1ൻ്റെ റൂട്ട് 1 ആണ്. ഇനി ബാക്കി 4ൻ്റെ റൂട്ട് 2 ആണ്. 2ൻ്റെ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതായിരിക്കുന്നു നമ്മുടെ ആൻസർ. നല്ല എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇക്വേഷൻ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഹാഫ് ലൈഫ് ഓഫ് ഒരു എലിമെൻറ്റ് 100 microsecond എന്നാണ്. ടൈം ടേക്കൺ ഫോർ ദ റേഡിയോ ആക്ടിവിറ്റി ഓഫ് സാമ്പിൾ ടു ഡീക്കേ ടു 1/16 ഓഫ് ഇനിഷ്യൽ വാല്യൂ. അപ്പം നമ്മളിപ്പോൾ പഠിച്ച അതേ ഇക്വേഷൻ എന്താണ്? n/n0 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 T/T½ എന്നാണ് അല്ലേ? ഇതിൽ n/n0യുടെ വാല്യൂ ആണ് 1/16 ഈസ് ഈക്വൽ ടു 1/2 നിങ്ങൾ തന്നെ പറയണം. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടി അറിഞ്ഞുകൂടാ, ടി ആണ് കാണേണ്ടത്. ഡിവൈഡഡ് ബൈ 100 microsecond. അപ്പോൾ 100 × 10⁻⁻6 എന്നാണ്. ഓക്കെ, അപ്പോൾ 1/16 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് അല്ലേ? ഈസ് ഈക്വൽ ടു 1/2. നമുക്ക് തന്നെ നോക്കാം. ഈ 100 × 10⁻⁻6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10⁻⁻4. അതങ്ങ് മേലെ വരുമ്പോൾ 10⁻4. അപ്പോൾ 10⁻4 T എന്നായി. രണ്ടിൻ്റെയും പവേഴ്സ് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തേ. 1/2 ലെഫ്റ്റിൽ, 1/2 എന്താണ്? 10⁻4 T റൈറ്റിൽ. അപ്പോൾ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 4 = 10⁻4 T എന്നാണ് അല്ലേ? അപ്പോൾ T എങ്ങനെ കണ്ടുപിടിക്കും? T ഈസ് ഈക്വൽ ടു 4/10⁻4 എന്നാണ്. ഓക്കെ, 4/10⁻4. ഇനി നമുക്കിതിൻ്റെ മേലിലും താഴെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും. അപ്പോൾ 400/10⁻6 എന്നായി. അപ്പോൾ 400 × 10⁻⁻6 എന്നായി. അപ്പോൾ 400 ഇത്രയും സെക്കൻഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം മൈക്രോസെക്കൻഡ്. ഓപ്ഷൻ ഇതായിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? 400 microsecond എന്നാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അല്ല, അടിപൊളി ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ആണ്. A radioactive substance has half-life 60 minutes. During 3 hours, the fraction decayed. Fraction remaining അല്ല, fraction decayed ആണ്. Fraction remaining എത്ര കണ്ടുപിടിക്കും? Fraction remaining. ഓക്കെ, ഫ്രാക്ഷൻ റിമൈനിങ് ആണ് n/n0. അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. എത്രയാണ്? 1/2 T/T½ എന്നാണ് അല്ലേ? ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു 1/2 നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എത്രയാണ്? ടിയുടെ വാല്യൂ എത്രയാണ്? 3 hours എന്നാണ്. 3 hour എന്ന് പറഞ്ഞാൽ 3 × 60 തന്നെ മിനിറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ T½ വാല്യൂ 60 minutes എന്നാണ്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ 1/2 എന്നാണ്. അപ്പോൾ അതാ ആൻസർ 1/8 എന്നാണ്. ബുദ്ധിമുട്ടില്ല. 1/8 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/8 അല്ലേ? നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
1/4 എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ 0.25. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി. അപ്പോൾ എത്ര? 1/0.25ൻ്റെ പകുതി. അപ്പോൾ 0.125 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിനെ നമ്മൾ പേഴ്സൻറ്റേജിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യും? 0.125 × 100. അപ്പോൾ ആൻസർ എന്തിലായി? പേഴ്സൻറ്റിലായി. 12.5% ആണ് റിമെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഡീക്കേഡ് എത്ര വരും? ഡീക്കേഡിൻ്റെത് എത്ര വരും? 100ൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്താൽ പോരാ? 100%ൽ നിന്ന് 12.5% അങ്ങ് മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ആൻസർ 87.5 എന്ന ആൻസർ വരും. എന്ത് പ്രയാസമാണ് എടേ? ഫ്രാക്ഷൻ റിമൈനിങ് ആണ് നമ്മുടെ n/n0. അത് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 1/8 എന്ന് കിട്ടി. അതിനെ നമ്മൾ മാറ്റി റെഡിയാക്കിയതും മനസ്സിലായി. 1/8 നമ്മൾ നോക്കി 0.125. അതിനെ പേഴ്സൻറ്റേജ് ആക്കി 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 12.5 എന്നായി. ഇതാണ് ഫ്രാക്ഷൻ റിമൈനിങ്. അപ്പോൾ ഫ്രാക്ഷൻ ഡീക്കേഡ് കാണാൻ 100ൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 87.5. ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൂക്ഷിച്ച് ചെയ്യണേ. അടുത്ത ഹാഫ് ലൈഫ് ഓഫ് റേഡിയം ഈസ് 1600 ഇയേഴ്സ് എന്നാണ്. വാട്ട് ഈസ് എ ഫ്രാക്ഷൻ അൺഡീക്കേഡ്? അൺഡീക്കേഡ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് ആഫ്റ്റർ 6400 ഇയേഴ്സ്. അപ്പോൾ n/n0 ആണ് കാണേണ്ടത്. 1/2 റൈസ് ടു t/t². ഒരുപാട് ക്വസ്റ്റ്യൻ ആയപ്പോൾ ആ മോഡൽ ചോദിക്കും എന്നുള്ളൊരു ബോധം വരണം. 1/2 റൈസ് ടു ടിയുടെ വാല്യൂ നിങ്ങൾ പറയുക 6400 ഡിവൈഡഡ് ബൈ 1600. 1/2 റൈസ് ടു ഇത് വെട്ടിച്ചെയ്യുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ 1/16 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഈ ചെയ്തതെല്ലാം ആൾമോസ്റ്റ് ഒരേ മോഡലുകളാണ്. n alpha particles per second are emitted from n atoms of a radioactive element. റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റിൽ നിന്ന് n ആൽഫ എമിറ്റ് ചെയ്തു. ഹാഫ് ലൈഫ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ റേഡിയോ ആക്ടിവിറ്റി പഠിച്ചതാണ്. റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? dn/dt എന്നാണ് നമ്മൾ പഠിച്ചതല്ലേ? അത് പ്രപ്പോർഷണൽ ടു n എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് dn/dt പ്രപ്പോർഷണൽ ടു n എന്നാണ്. ഓക്കെ, ഇതിനൊരു നെഗറ്റീവ് സൈനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നെഗറ്റീവ് ഇടാതെ ഇട്ടു. ഓക്കെ, അതായത് റേഡിയോ ആക്ടിവിറ്റി പ്രപ്പോർഷണൽ ടു n ആണ്. അപ്പോൾ r എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു അവിടുത്തെ കോൺസ്റ്റൻറ്റ് ലാംഡയാണ്. ഇത്രയും എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു λn എന്ന് എഴുതാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിനകത്ത് നിന്ന് ലാംഡ കണ്ടുപിടിച്ചാൽ എത്ര വരും? n/N എന്ന് വരും. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ വേണ്ടത് ഹാഫ് ലൈഫ് എത്രയാണ്? ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. 0.6930 ഡിവൈഡഡ് ബൈ എന്താ? 0.6930 ഡിവൈഡഡ് ബൈ ലാംഡ എന്നാണ്. ഇനി ഇപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയുക 0.6930 ഡിവൈഡഡ് ബൈ എന്താണ്? ഇവിടെ നമ്മുടെ ആൻസർ n/n എന്നാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഇസ് ഈക്വൽ ടു 0.6930 n ഡിവൈഡഡ് ബൈ സ്മോൾ n എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. ഇതായിരിക്കുന്നത് 0.6930 n/n എന്നാണ്. പ്രയാസമൊന്നുമില്ലല്ലോ. അടിപൊളി ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ പഠിച്ചത് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു n എന്നാണ്. അതിന് പകരം dn/dt പ്രപ്പോർഷണൽ ടു n എന്നാണ്. നെഗറ്റീവ് ഒഴിവാക്കിയാണ് ഞാൻ എഴുതിയത്. അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി പ്രപ്പോർഷണൽ ടു n എന്നാണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രപ്പോർഷണൽ ടു n എന്നാണ്. ഇനി അതിനകത്തുനിന്ന് ലാംഡ കണ്ടുപിടിച്ചു. ഇനി ടി ഹാഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷനകത്ത് ലാംഡയ്ക്ക് പകരം ഈ വാല്യൂ ഇട്ട് കൊടുത്തു. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകൂടെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്താണ്? ഗാമ റേഡിയേഷൻസ് ആർ. എന്താണ് ഗാമ റേഡിയേഷൻ? 16ാമത്തെ ക്വസ്റ്റ്യനാണ്. തീരാറായി. ഗാമ റൈസ് ആർ ഹൈ എനർജി പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ്. ലോ എനർജി അല്ല, എനർജി ലെസ്. ഓക്കെ, ഇതൊന്നും അല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ഇതിനകത്ത് ഓപ്ഷൻ എ തന്നെയാണ് അതിൻ്റെ ആൻസർ. എന്തോന്നാണ്? ഗാമ എന്ന് പറയുന്നത് ഹൈ എനർജി പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് ആണ്. നല്ല എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. ഇൻ ബീറ്റ പ്ലസ് ഡി കെ നമുക്കറിയാം. ബീറ്റ പ്ലസ് ഡി കെ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിനകത്തുള്ള ആരാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഒരു പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട്
ഒരു ന്യൂട്രോൺ, ഒരു പോസിട്രോൺ, പിന്നെ ഒരു ന്യൂട്രിനോ. ഇത് 3 ഉണ്ടാകുന്നത് അല്ലേ? ഇതിനകത്ത് ഏതാണ് ആൻസർ? ആൻറ്റി ന്യൂട്രിനോ അല്ല, ന്യൂട്രിനോ ആണ്. ന്യൂട്രിനോയും പോസിട്രോണുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതല്ലേ ആൻസർ? ഓപ്ഷൻ ബി ആണ് ഇതാ ഇതിൻ്റെ ആൻസർ. ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 കിടക്കുകയാണ്. ഇതാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. വെൻ യുറേനിയം ഈസ് ബൊംബാർഡഡ് വിത്ത് ന്യൂട്രോൺ ഇറ്റ് ജനറേറ്റ്സ് ക്രിപ്റ്റോൺ. അടുത്ത പ്രോഡക്റ്റ് ഏതാന്ന്? 3 ന്യൂട്രോൺസ് ആൻഡ് ഡാഷ്. ബേരിയവും ക്രിപ്റ്റോണുമായി 3 ന്യൂട്രോൺസും ഉണ്ടാവും. അപ്പോൾ അതാ ബേരിയമാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതായിരിക്കുന്നു ബേരിയം. അപ്പോൾ ബേരിയമാണ് അതിൻ്റെ ആൻസർ. അത് നമുക്ക് സ്ട്രൈറ്റ് അറിയാമെന്നുള്ള തിയറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ന്യൂക്ലിയർ ഫിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസർവ്ഡ്. സൂക്ഷിച്ചെഴുതേണ്ടതാണ്. എനർജി, മാസ്, മൊമെൻറ്റം ഏതാണ് കൺസർവ്ഡ് എന്ന് ചോദിച്ചാൽ ബോത്ത് എനർജി ആൻഡ് മാസ്. മാസ് എനർജി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ? അപ്പോൾ ബോത്ത് എനർജി ആൻഡ് മാസ് എന്നുള്ള ഓപ്ഷനാണ് എഴുതേണ്ടത്, അല്ലാതെ വേറെ ഒന്നും കയറി എഴുതരുത് കേട്ടോ. ഏതാണ് കൺസർവ്ഡ് എന്ന് ചോദിച്ചാൽ. അടുത്ത ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 20 മിനിറ്റ്. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ടൈം ബിറ്റ്വീൻ 20% ആൻഡ് 80% ഡീകെ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാം, സിമ്പിളാണ്. 20% ഡീകെ സംഭവിച്ചു. അപ്പോൾ എത്ര പെർസെൻറ്റ് റിമൈനിങ്? അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന 80% ആണ്. അപ്പം നമ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്പർ എന്ന് പറയുന്നത് റിമൈനിങ് നമ്പർ എന്ന് പറയുന്നത് 80% ഓഫ് പണ്ടത്തത്. അപ്പോൾ 80% ഓഫ് പണ്ടത്തത് അല്ലേ? പണ്ടത്തത് N0 ആണ് എന്ന് പറഞ്ഞാൽ N എന്ന് പറയുന്നത് 80% ഓഫ് N0 എന്നാണ്. ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയതിനകത്ത്. ഓക്കെ, ഇനി ബാക്കി സ്റ്റെപ്പ് ഞാൻ എഴുതാം. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ N ഈസ് ഈക്വൽ ടു N0 e⁻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. ഈസ് ഈക്വൽ ടു എഴുതാൻ പോകുന്നു. എങ്ങനെ എഴുതും? N0 എന്നിൻ്റെ ആൻസറാണ് താണ്ട ഇത്. ഓക്കെ, എന്നിൻ്റെ ആൻസറാണിത്. ഇനി N0 e⁻λT1 എന്ന് ഞാൻ എഴുതാമല്ലോ. ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസിൽ 80% ഡീകെ സംഭവിച്ചു. അപ്പോൾ എന്താണ്? ബാക്കി 20% ഇനിയേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് റിമൈനിങ് എത്രയാ? 20% ഓഫ് N0 ആണ് അല്ലേ? അപ്പോൾ N എന്ന് പറയുന്നത് 20/100 ഓഫ് N0 ആണ് അല്ലേ? ഇതിനെ നമുക്ക് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ N. അപ്പോൾ N എന്ന് പറയുന്നത് N0 e⁻λT അല്ലേ? ഇവിടുത്തെ T2 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻസ് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്ത് വരും പറ? 80/100 അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 20/100. അപ്പോൾ ഇൻറ്റു എന്ത് വരും? 100/20 എന്ന് വരും അല്ലേ? N0 ക്യാൻസലായി പോവും. അപ്പോൾ ബാക്കി ആൻസർ എത്ര വരും? 4 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4, റൈറ്റ് സൈഡിൽ N0 ക്യാൻസലായി പോവും. ബാക്കി പറഞ്ഞാൽ മതി. e⁻λT1 ഡിവൈഡഡ് ബൈ e⁻λT2 എന്നാണ് അല്ലേ? നമുക്ക് റെഡിയാക്കാം. 4 ഈസ് ഈക്വൽ ടു a⁻m/a⁻n എന്താ? a⁻m-n അതുപോലെ e⁻λT1 -λT2. ആർക്കും പേടിയൊന്നും വന്നില്ല. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു e⁻λT1 പ്ലസ് λT2. പേടിയൊന്നും വന്നില്ല. അപ്പോൾ 4 ഈസ് ഈക്വൽ, നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു e⁻λ കോമൺ എടുക്കാം. ബാക്കി T2 - T1 എന്നാണ്. ആണോ? ഇനി നമുക്ക് ലോഗരിതം എടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? ലോഗ് 4 ടു ദ ബേസ് e ലോഗരിതമിക് ഫോമാണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫോമാണ്. ഈസ് ഈക്വൽ ടു എന്ത് വരും? λ ഇൻറ്റു T2 - T1 എന്ന് വരും. പ്രയാസമില്ല. ഇനി ബാക്കി നമുക്ക് എഴുതാം. ലോഗ് ഇത് 2² ആണ്. ഓക്കെ, ബേസ് e ഈസ് ഈക്വൽ ടു λ T2 - T1 എന്നാണ്. ഓക്കെ, ഇനി ബാക്കി ഞാൻ എഴുതാൻ പോവാണ്. ഇതിനെ ലോഗ് a⁻m എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് a⁻m എന്ന് പറഞ്ഞാൽ എന്താണ്? m ലോഗ് a എന്നല്ലേ? അതുപോലെ ലോഗ് 2² എന്ന് പറഞ്ഞാൽ എന്താ? 2 ലോഗ് 2. അപ്പോൾ ഇതിനെ 2 ഇൻറ്റു ലോഗ് 2 ഓക്കെ എന്നെഴുതാം.
ബേസ് മറക്കരുത് ഇ ആണ്. ഇസ് ഈക്വൽ ടു ലാംഡ T2 മൈനസ് T1 എന്നാണ്. ഓക്കെ, ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് റെഡിയാക്കാം ലാംഡയുടെ ആൻസർ. നിങ്ങൾക്ക് അറിയാം 2 ഇൻറ്റു ലോഗ് 2 ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുകയാണ് ലാംഡയുടെ ആൻസർ എല്ലാവർക്കും അറിയാം. ലാംഡ എന്താ? 0.6930 ബൈ T half. 0.6930 എന്ന് പറഞ്ഞാൽ ലോഗ് 2 ആണ്. ലോഗ് 2 ടു ദ ബേസ് ഇ ആണ് ബൈ ലാംഡ T half എന്നാണ്. T half എന്നാണ്, പേടിച്ചില്ലാരും. ഇനി ബാക്കി T2 മൈനസ് T1 അതുപോലെ ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റൊക്കെ അതുപോലെ ഇട്ടു. ഇനി അപ്പുറം ഇപ്പുറം ലോഗ് 2 വെട്ടിക്കളഞ്ഞു. ബാക്കി ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറയണം. അതായത് T2 മൈനസ് T1 ആണ് വേണ്ടത്. അപ്പോൾ ഇവനെ ക്രോസ് ചെയ്ത് ഇവിടെ വെച്ച് ആൻസറായി. അപ്പോൾ 2 ഇൻറ്റു T2 മൈനസ് T half ഓക്കെ ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു T ഹാഫിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട് 20 എന്നാണ്. ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. അപ്പോൾ T2 മൈനസ് T1ൻ്റെ ആൻസർ കിട്ടിയില്ലേ? എത്ര? 40 മിനിറ്റ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ ആൻസറുകളെല്ലാം കഴിഞ്ഞു, ക്വസ്റ്റ്യനുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി വേറൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബൈ.